ശുഭനേർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒത്തിരി ദിവസമായില്ലേ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് കേട്ടോ നിങ്ങൾക്കും ഞാൻ എൻ്റെ ഫേസിലിടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ അല്ലാതെ ഒരു സീക്രട്ടായിട്ടൊന്നും എൻ്റെ മുഖത്തിടാറില്ല. ഓയിലല്ലാതെ ഓയിൽ രാവിലെ വൈകിട്ടും തേക്കും കേട്ടോ. വൈകിട്ട് 2-3 തുള്ളി, രാവിലെ നന്നായിട്ട് തേച്ച് ഞാൻ മസാജ് ചെയ്യും കേട്ടോ. കഴുത്തേലും മുഖത്തും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്യും കേട്ടോ. പിന്നെ ഓയിലിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാട് ആൾക്കാർ നമ്മുടെ 14-ാം തീയതി നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് 3-4 പേര് ഇതുവരെയും ഓയിൽ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് പറയുന്നവരുണ്ട് കേട്ടോ. അത് ഞാൻ കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാക്കിംഗ് ID എടുപ്പിച്ചിട്ട് അത് സാധനം എന്നുള്ള കറക്റ്റ് അറിഞ്ഞിട്ട് ഏതെങ്കിലും വഴി അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോകാൻ വഴിയില്ല, നമുക്കത് ഇത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അത് എവിടെയായി എന്തായി വാങ്ങിച്ചുകൊണ്ട് പോയോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ നാളെ ഞാൻ അതൊന്ന് നോക്കിയിട്ട് ഇപ്പം 2 പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബിന്ദു വി എന്ന് പറഞ്ഞ ആൾക്ക് ഉറപ്പായിട്ടും ഓയിൽ അങ്ങ് വന്നില്ല എങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം ഉറപ്പായിട്ട് ഞാൻ തരും കേട്ടോ. അതിൽ പേടിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ നോക്കി ഞാൻ ഇനിയിപ്പോൾ 8 മണിയാകുമ്പോഴാണ് ഓയിലിൻ്റെ അഡ്രസ്സ് ഇടാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം കേട്ടോ. ഒന്ന് സമാധാനമായിട്ടിരിക്കാനാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ കാര്യമൊക്കെ നിന്നു. പിന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഓയിൽ തേച്ച് നമ്മുടെ മുഖത്തെ ടാനും എന്താ പറയുന്നത് ഒരു ഡ്രൈനെസ്സും ഒക്കെ മാറി നല്ല ഗ്ലോ വന്നിരിക്കുവാണ് നമ്മുടെ മുഖത്തല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മസൂർ ദാലിനെ പറ്റിയാണ് കേട്ടോ. മസൂർ ദാലിനെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് ചെയ്ത് നോക്കി നല്ലതാ ശുഭയെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു 5 ദിവസം നമുക്ക് അടുപ്പിച്ചിടാൻ പറ്റിയ ഫേസ് പായ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മസാജും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് പായ്ക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 5 ദിവസം അടുപ്പിച്ച് നമ്മൾ ഇടാൻ പറ്റിയ ഒരു മസാജും കൂടെ കൊടുക്കണം കേട്ടോ. 5 ദിവസവും മസാജും കൊടുത്ത് നമുക്ക് ഇടാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മസൂർ ദാലിൻ്റെ ഗുണങ്ങൾ, ഓറഞ്ച് കളറുള്ള ഒരു പരിപ്പായത് കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വരണോ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് മുന്നേ ഇത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മിശ്രിതമാണ് ഇത് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക്, ഞാൻ ബൗളൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുപ്പികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. മസൂർ ദാൽ വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത മിശ്രിതമാണ് ഇതിലേക്ക് ആഗ്നേയുള്ളവരും ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ളവർ ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യണം. അതായത് എൻ്റെ ഒരു സ്കിൻ പോലെ ഡ്രൈ ടു നോർമൽ സ്കിന്ന്, എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ. എൻ്റെ കഴുത്തേലും ഒക്കെ ഒരു പ്രീ ഡിഗ്രി ടൈമിലൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു കേട്ടോ. അന്ന് നല്ല കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആലോചിച്ചല്ലേ നമുക്കൊരു ബോധമായി കഴിയുമ്പോഴല്ലേ നമ്മൾ വണ്ണം കുറയ്ക്കുന്നതും വണ്ണം കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നത്. ആ ഒരു ടൈമിൽ ഒരു 15, 16, 17, 18 പ്രായം എന്ന് പറയുമ്പോൾ എൻ്റെ കഴുത്തിലൊക്കെ ഭയങ്കര കറുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അന്നും വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ വെറുതെ തേക്കുമായിരുന്നു കേട്ടോ. അന്നും ഇങ്ങനെ അത് വനിതയിലൊക്കെ കാണുന്നു, അല്ല നമുക്ക് യൂട്യൂബ് ചാനലോ മൊബൈലോ ഒന്നും നമുക്കില്ല. നമ്മളത് വനിത പേപ്പറിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ എന്നും വനിത വരുത്തുമായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിന് വേണ്ടത് ബാലരമ പൂമ്പാറ്റയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാസത്തിലൊന്നല്ലേ അന്നൊക്കെ, മാസത്തിൽ 2 മാസത്തിലൊന്നല്ലേ ഓർക്കുന്നില്ല, ഈ ക്വാർട്ടേഴ്സിൻ്റെ കഥകിന് ഇടയ്ക്കൂടെ രാവിലെ മത്സരമാകട്ടോ. കഥകിൻ്റെ അടി കൂടെയാണ് പേപ്പറും ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വായിക്കേണ്ടത് വനിത എനിക്കാകട്ടോ, ആദ്യം ഫസ്റ്റ് വായിക്കേണ്ടത്. അങ്ങനെ ഇതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ആ വനിതയ്ക്കകത്ത് ഫുൾ, അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ബ്യൂട്ടി സംബന്ധം ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ അതൊക്കെ കൂടുതലും മനസ്സിലാകുന്നത്. അന്നും ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ച് ഓരോന്നൊക്കെ എൻ്റെ മുഖത്ത് ചെയ്യുവാൻ. എനിക്ക് ഒരിക്കലും എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരു കാര വന്നിട്ടുള്ള കറുത്തപാടുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ പീരിയഡ്സിൻ്റെ സമയമാകുമ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും എനിക്ക് വരുന്നത് ഈ 2 സൈഡിലായിട്ട് വരും. ഈ വലതുകാളിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു 2-3 ഒരു പിമ്പിൾ ചെറുതായിട്ട് വരും. അത് കഴിയുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ എന്നും.
അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളിന്ന് മസൂർ ദാലിനെ പറ്റി, അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു 5 ദിവസം അടുപ്പിച്ചൊന്ന് ഇട്ട് നോക്കിക്കേ. ആണുങ്ങൾക്കും തേക്കാം കേട്ടോ. ഇത് നമ്മുടെ ഹെയറിലൊന്നും മുട്ടിയാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഹെയറെ മുട്ടാതെ തന്നെ നമുക്ക് ഇത്രയും ഒരു ഭാഗത്തും നെറ്റിയിലും നമ്മുടെ കയ്യിലും സ്കൂട്ടിയിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ, സ്കൂട്ടറിലൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ആണുങ്ങൾക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും ഇടാൻ പറ്റിയ സൂപ്പർ പായ്ക്കായത് കേട്ടോ. പായ്ക്കെന്ന് പറയാൻ പറ്റുമല്ല, ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ, അതായത് ഒരു 15 മിനിറ്റ് ഇത് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഞാനത് കാണിക്കാൻ, എൻ്റെ മുഖത്ത് ഞാൻ ഇടുന്നുണ്ട് ഇത്. കാരണം 5 ദിവസം അടുപ്പിച്ചിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ 5 ദിവസം ഇപ്പം വേറെ പായ്ക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കണമല്ലോ. പക്ഷേ എൻ്റെ മുഖത്ത് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ, അത് ഓയിൽ തേച്ചിട്ട് മാത്രമാണ്. എനിക്കിതിന് മുന്നേ കുറച്ചുകൂടെ ഒരു മുഖത്ത് ഒരു ഇരുളിമയായിരുന്നു കേട്ടോ. കൈക്കൊക്കെ ഒരു ഇരുളിമയായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ, അതായത് ഞാൻ ഇപ്പം കറക്റ്റ് പറയുവാണെങ്കിൽ 2 വർഷമായിട്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. 1 വർഷമായിട്ടാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ തരാൻ തുടങ്ങിയത്, ഓൺലൈനായിട്ട് തരാൻ തുടങ്ങി. അതിന് മുന്നേ പാർലറിൽ വരുന്ന കുറേ ചേച്ചിമാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ കറക്റ്റായിട്ട്. കാരണം ഭയങ്കര ഡ്രൈനെസ്സും ഒരുപോലെ കൈയിരിക്കുന്നതും, മുഖത്ത് ഇവിടെ ഈ മൂക്കിൻ്റെ ഇവിടെ കറുപ്പ്, കണ്ണിൻ്റെ താഴെ ഭയങ്കര കറുപ്പ്, കണ്ണിൻ്റെ ചുറ്റിനും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഇല്ലേ അതുപോലെ കറുപ്പ്, പിന്നെ കഴുത്തേലെ ഭയങ്കര കറുപ്പ്, കൈ നോക്കുമ്പോൾ നമുക്കറിയാം ഷുഗർ വന്ന് ചൊറിഞ്ഞ് ഇങ്ങനെ കറുത്ത പാടുകളുണ്ടാകും, കറുത്ത പാടായിട്ട് ഷുഗറുകാർക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് എൻ്റെ ഓയിലും കൊണ്ടുണ്ടായത്. അങ്ങനെയാണ് എൻ്റെ ഒരു തിരുനക്കര അമ്പലത്തിന് അവിടെ ഉള്ളൊരു എൻ്റെ ഒരുപാട് സ്നേഹമുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞത്, ശുഭ നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് കൊടുത്തുകൂടാ. അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്, നിങ്ങളുടെ അടുത്ത് തരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ ഒരു ഗുണം എൻ്റെ മുഖത്തുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചെയ്യണം. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഓയിൽ തേച്ച് മസാജ് കൊടുക്കുന്നുണ്ട് എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ചുണ്ടിൻ്റെ ചുറ്റുമുള്ള ഒരു, ഇതിപ്പോൾ ഒരു സ്ക്രബായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു മസാജ് കൊടുത്തിട്ടുള്ള ഒരു ക്രീം പോലെ, അതായത് ഒരു പായ്ക്ക് പോലെ ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ എടുത്തു വെച്ചു. ഞാൻ എൻ്റെ മുഖത്ത് പാലാകട്ടോ, തൈരല്ല, ഞാൻ എൻ്റെ ഫേസിന്, അതായത് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ പാലിൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതല്ല നല്ല ഓയിലി സ്കിന്നും ആക്നെ വരുന്ന ഒരു സ്കിന്നാണെങ്കിൽ, ആക്നെ വരാനൊക്കെ സാധ്യതയുള്ള ഒരു സ്കിന്നാണെങ്കിൽ തൈര് തന്നെ ഒഴിക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുക്കുന്നത്. കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ, കാണിക്കാൻ പറ്റത്തില്ല, അത് ഒഴിക്കാൻ പോവാം കേട്ടോ. കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ട് ഞാനിതൊന്ന് വെക്കട്ടെ. ഇനി നന്നായിട്ട് നമ്മുടെ വിരലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോട്ടൊന്ന് നല്ലതുപോലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ കണ്ണിൻ്റെ താഴെയും നമ്മുടെ എന്താ പറയുന്നത്, ഒരു ക്രീം തേക്കുന്ന പോലെ ഒരു ഫീലിങ്ങേ വരുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ തേക്കത്തില്ലേ, അതുപോലെ നമുക്ക് അങ്ങനെ ഒരു തോന്നലേ വരത്തുള്ളൂ കേട്ടോ. നല്ല പോലെ എന്നിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ ഫേസിലും കഴുത്തേലും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാവേ. ഒരു 20 മിനിറ്റ് ആയി കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കരുത്, ചിരിക്കരുത്. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങോട്ടും ഒന്ന് മസാജ് ചെയ്യാവേ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പേര് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ഓയിലിട്ട് നെറ്റിയെ വരവരയുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ മസാജ് ചെയ്യുന്ന വിധം എങ്ങനെയാണ് അന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാമെങ്കിൽ നമ്മൾ നെറ്റിയെ വരയുള്ളവർ നമ്മുടെ ഓയിലിട്ട് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത്, അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വലിച്ച് പ്രസ് ചെയ്ത് നിർത്തണം കേട്ടോ. ഇങ്ങനത്തെ മസാജ് ഇങ്ങനെ വേണം കേട്ടോ. സാധാ വരവരയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുത്താൽ മതി നെറ്റിയാലേ. പിന്നെ കവള് ഒരുപാടുള്ളവരാണെങ്കിൽ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത്. ഞാനിപ്പം എനിക്ക് കുറച്ച് കവളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് ഇങ്ങനത്തെ മസാജാണ് കൊടുക്കുന്നത്. എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമേ മസാജ് കൊടുക്കാവുള്ളൂ. ഇത് പാർലറിലെ വലിയ ഫേഷ്യലും ഒന്നുമല്ല, മസാജൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രൊഫഷണലി ഒരാൾ ചെയ്യുന്ന പോലെ അല്ലാതെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ ഉള്ള മസാജ് തന്നെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മുഖത്ത് നമ്മുടെ മസൂർ ദാൽ പാലും കൂടെ നല്ല ഒരു മാറ്റം നമുക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതിനാണ് ഓയിൽ തേച്ച് മുഖം നല്ലതായിട്ട് വൃത്തിയായിട്ടിരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതിലും ഒരു പടിയും കൂടെ നമുക്ക് എന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് എന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു 5 ദിവസമൊക്കെ നമുക്ക് അടുപ്പിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് വൈറ്റനിങ് ആൻഡ് ടൈറ്റനിങ്, അതായത് നമ്മുടെ സ്കിന്ന് ഒരുപാട് സാഗിയേക്ക് തൂങ്ങിപ്പോവാതെയും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇറുക്കമുള്ളതാക്കി തീർക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ മസൂർ ദാൽ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ മസാജ് കൊടുത്ത് വേണം ഇതിനെ കഴുകിക്കളയാനായിട്ട്. ഇനി പൂർണ്ണമായിട്ടും നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വരാവേ. ഇത് കണ്ടോ, നമ്മുടെ മുഖം നല്ല പോലെ ഒരു എന്താ പറയുക, നല്ലൊരു ഗ്ലോ വന്ന് നല്ലൊരു കളർ വന്ന് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് പോയി നമുക്കൊരു ചെറിയ മസാജൊക്കെ കിട്ടിയപ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി ഒരു മാറ്റം നമ്മുടെ മുഖത്ത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ എൻ്റെ ഓയിൽ തേക്കുന്നവർക്ക് ഒരിക്കലും പാർലറിൽ പോയി ഒരു 10,000-2,000-3,000 രൂപയുടെ ഒരു ഫേഷ്യലിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ ഓയിൽ തേച്ച് അതുപോലെ നമ്മുടെ മുഖം ഭംഗിയായിട്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പായ്ക്കുകൾ ഇട്ടിട്ട് ചെറുതായിട്ടൊരു മസാജ്, നമ്മൾ ഓയിൽ തേച്ചെന്ന് ഒരു ചെറിയ മസാജ് കൊടുക്കുന്നുണ്ട്. അതുമതി നമ്മുടെ മുഖത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി ഒരു തുടിപ്പൊക്കെ വരാനായിട്ട്, കവളൊട്ടിയിരിക്കുന്നവരുടെ കണ്ണ് കുഞ്ഞിരിക്കുന്നവരുടെ ഒക്കെ ഒരു മാറ്റം വരാനായിട്ട് അത് മതി. എൻ്റെ ത്രെഡ് ചെയ്യാറായി കേട്ടോ. എനിക്ക് പോകണം, എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നും മിക്കവാറും ഇങ്ങനെ കുറേ ആയി കഴിയുമ്പോഴാണ് മുഖത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ത്രെഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുന്ന ഒരു വെട്ടം വരും മുഖത്തല്ലേ. അപ്പോൾ ഈ ഒരു മസൂർ ദാലിൻ്റെ ഈ ഒരു പായ്ക്ക് നിങ്ങളെല്ലാം ഇട്ട് നോക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ മസൂർ ദാൽ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡ്രൈ ആക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈ മോയ്സ്ചറൈസർ ആയിരിക്കുന്നെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു അലോവേരയുടെ, എനിക്കിവിടെ ഇഷ്ടംപോലെ അലോവേര ഉള്ളത് കൊണ്ട് ഞാനൊരു ഫ്രഷ് അലോവേര എടുത്തേക്കുവാണ്. ഈ അലോവേര ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കും. അതായത് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. നമ്മൾ ഒരു 10-20 നേരം മുഖത്ത് വെച്ചുകൊണ്ടിരുന്ന് ഒരു മുഖത്ത് ഒരു ഡ്രൈ ആക്കിയിട്ടല്ലേ അതിനെ മസാജ് ചെയ്ത് കഴുകിക്കളഞ്ഞു. അപ്പം ചെറുതായിട്ടൊരു മോയ്സ്ചറൈസറും കൂടെ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ഈവിയോണിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ വാങ്ങിക്കുവാണെങ്കിൽ നല്ലതാ. ഇതൊക്കെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ ഇവിയോൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മുടെ ടാബ്ലറ്റ് ഇല്ലേ, വൈറ്റമിൻ ഇ ഓയിൽ, നമ്മുടെ ഓയിലിനകത്തൊക്കെയുള്ള അത് അതിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ.
അതൊക്കെ ഒരു 40 വയസ്സിന് മേളിലോട്ട് ആ ഒരു മോയ്സ്ചറൈസറൊക്കെ എല്ലാവരും തേച്ച് കൊടുക്കണം. നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സംരക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും നല്ല സുന്ദരികളായിട്ടിരിക്കാം കേട്ടോ. കണ്ണിന് താഴെയും ഒക്കെ, കണ്ണിന് താഴെ ഈ ഉറക്കമൊക്കെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കണ്ണിന് താഴെ ചെറിയ ഒരു ഇതൊക്കെ വരും കേട്ടോ. നമ്മളിവിടെ കിടക്കുന്ന 12 മണിക്കാണ്. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് താമസിച്ച് എഴുന്നേക്കുന്നത്. കണ്ടോ, നല്ലൊരു മസാജ് കൊടുത്ത്, അയ്യോ നമ്മുടെ തലയ്ക്കുമൊക്കെ എന്തോ ഒരു സുഖം. നമ്മളിങ്ങനെ അലോവേരയുടെ മസാജ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പുരികത്തേലും നമ്മുടെ കൺപീലിയിലും ഒക്കെ ഒന്ന് ഓടിച്ചു കൊടുക്കണേ. നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ലപോലെ ഒന്ന് കറുത്ത് വളർന്നോളൂ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ ആരുടെ കയ്യിലും ഫ്രഷ് അലോവേര ഇല്ല, വിഷമിക്കുകയേണ്ട. മോയ്സ്ചറൈസർ ഇല്ലാതെ വീടുകളില്ലായിരിക്കുമല്ലോ, എല്ലാവരുടെ കയ്യിലും മോയ്സ്ചറൈസർ കാണുമല്ലോ. അപ്പോൾ ഒരു ശകലം, ഒരു സ്വല്പം, ഒരു ഡോട്ട്, 1, 2, 3 ഡോട്ട് മാത്രം ഇട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ അലോവേരയുടെ ഇതിട്ടിട്ട് ഞാനിത് കഴുകി കളയത്തില്ല കേട്ടോ. പിന്നെ കിടക്കാൻ നേരം മുഖം ഒന്ന് കഴുകുമ്പോൾ അങ്ങനെ, അല്ലാതെ പ്രത്യേകമായിട്ട് ഇത്ര മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം, ഇത്ര മിനിറ്റ് കഴുകി കളയണം, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും ചെയ്ത് നോക്കണം. സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് കേട്ടോ. നന്നായിട്ട്, അല്ല രണ്ടും ഒന്നാണ് കേട്ടോ. എന്താ ടൈറ്റനിങ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. വൈറ്റനിങ് എന്നുള്ള ടൈറ്റനിങ് ആണ് ഉദ്ദേശിച്ചത്. മുഖം ഫേസ് നല്ല ഒരു ടൈറ്റ് ആവുകയും മസൂർ ദാൽ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാനും നല്ല ഒരു കളറ് കൂട്ടാനും ഒക്കെ സഹായിക്കും. അടുപ്പിച്ച് 5 ദിവസം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, നിങ്ങളുടെ മുഖത്തിൻ്റെ അനുസരിച്ച് കേട്ടോ. അവനവൻ്റെ മുഖം അവനവനല്ലേ അറിയത്തുള്ളൂ. കൂടുതൽ ഡ്രൈ ആയിരിക്കുക, ഇവിടെ എല്ലാം കറുത്ത പാട് വന്നിരിക്കുക, കണ്ണിൻ്റെ താഴെ ഇങ്ങനെ കറുത്ത പാടുകൾ വരിക, കഴുത്തെ കറുത്ത വരിക, ഇതൊക്കെ ഇതിന് നല്ലതാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.